വചനമൊഴി നവംബർ 21. വചനഭാഗം എഫേസൂസ് 2:14-22, യോഹന്നാന്റെ സുവിശേഷം 14:1-14. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനം ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. താൻ അനുഭവിച്ചറിഞ്ഞ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ ലോകത്തോട് പ്രഘോഷിക്കുവാൻ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ജനതയോട് പ്രഘോഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച മാർത്തോമാ ശ്ലീഹ സത്യത്തിന്റെ പാതയിലേക്ക്, ജീവന്റെ പാതയിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മെ നയിച്ചു. തോമാ ശ്ലീഹ കൈമാറിത്തന്ന അവിശ്വാസ ചൈതന്യം ജീവിച്ച് പോരുന്ന നമുക്ക് ആ വിശ്വാസം വരുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാനുള്ള ദൗത്യമുണ്ട്. ഇനിയും ഭാരതത്തിൽ മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് മിശിഹായെ പങ്കുവയ്ക്കുവാൻ, മിശിഹായെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന കാര്യമാണ് ഈ തിരുനാൾ ദിവസം നാം ഓർമ്മിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ പൈതൃകം വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ കൈമാറുക. മിശിഹായെ ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ഭാരതീയ മക്കൾക്ക് മിശിഹായെ കുറിച്ച്, യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഈ ദൗത്യം നിറവേറ്റുവാനുള്ള നമ്മുടെ വിളിയെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എപ്രകാരമാണ് ഈ വിളിയോട് നാം വിശ്വസ്തത പുലർത്തുന്നത്? തോമാ ശ്ലീഹായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ ചൈതന്യം മുറുകെ പിടിച്ച് ജീവിക്കുവാനും, ജീവിത സാക്ഷ്യത്തിലൂടെ അവിശ്വാസം പകർന്നു കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.